മണി ടോക്സ് വിത്ത് നിഖിൽ എന്ന് പറഞ്ഞ ഒരു ചാനലിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ, അത് ശരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ മണിമണിയായിട്ട് തന്നെ ആൾക്കാർക്ക് കൃത്യമായിട്ട് ഒരു സാമ്പത്തിക വ്യവഹാരങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ അത് എന്തുകൊണ്ട്, എങ്ങനെയാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് വന്നത്? അതായത് അത് തുടങ്ങുന്നത് കൊണ്ടുള്ള ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ എന്തിനാണ് അതിൻ്റെ ഒരു ആത്യന്തികമായ ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത്? ശരിക്കുള്ള മോട്ടീവ് എന്ന് വെച്ചാൽ ഞാൻ ഈ പെൻഡാഡ് സെക്യൂരിറ്റീസ് ഞാൻ റൺ ചെയ്തിരിക്കും. ഞാൻ ആദ്യം വർക്ക് ചെയ്തിട്ട് അങ്ങ് പെൻഡാഡ് സെക്യൂരിറ്റീസിൻ്റെ CEO ആണ്. അതെ. അപ്പോൾ പെൻഡാഡിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സാണ് പെൻഡാഡ് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ MBA റൂംമേറ്റ്സ് ആയിരുന്നു ഞങ്ങൾ. അപ്പോൾ അവർ പോയിട്ട് ഇങ്ങനെ ബ്രോക്കിംഗ് ബിസിനസ്, സബ് ബ്രോക്കിംഗ് ഒക്കെ എടുത്തു. ഞാൻ റോയിറ്റേഴ്സിൽ വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് നേരിട്ട് ബ്രോക്കിംഗ് ലൈസൻസ് തുടങ്ങാമെന്നൊരു ഐഡിയ വന്നു. അങ്ങനെ അവർ പറഞ്ഞു നമുക്ക്, അപ്പോൾ അവർക്കൊന്നും കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഇല്ല, എനിക്കേ കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഉള്ളൂ. അപ്പോൾ സോ അവർക്കൊരു കോർപ്പറേറ്റ് കണ്ടിട്ടുള്ള ഒരാൾ CEO ആയിട്ടിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത്. റോയിറ്റേഴ്സിൽ റോയിറ്റേഴ്സിൽ 9 വർഷം. അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന്, അപ്പോൾ അവിടെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻഫോർമേഷൻ മാത്രം സൂക്ഷിക്കുന്ന കമ്പനിയാണ്. അവിടെ ഞങ്ങൾ ഒരാളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. പൊതുവെ ചാനൽ ഇൻഡസ്ട്രി ആയിട്ടാണ് റോയിറ്റേഴ്സ് അസോസിയേറ്റ് ചെയ്ത് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെയ്യുന്നത് ചാനലിനും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സിനുള്ള ഇൻഫോർമേഷൻ കൊടുക്കാന്നുള്ളത് നമ്മുടെ പണി. ഈവൻ ഗൂഗിളിന് വരെ എല്ലാവർക്കും ഗൂഗിളിന് അവർക്കൊക്കെ ഇവരെ ബാക്കിൽ നിൽക്കണ്ട. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളിപ്പോൾ പറഞ്ഞ എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്കൊക്കെ അല്ലെങ്കിൽ ന്യൂസ് ചാനലിലൊക്കെ മറ്റേ ചാർട്ടുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഞാൻ കണ്ടായിരിക്കും, സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ബ്ലൂംബർഗ് അടി കാണുന്നുണ്ടാവും, പിന്നെ തോമസൺ റോയിറ്റേഴ്സിന് ഇപ്പോൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഏതാണോ വെൻഡർ അവരെ വാങ്ങണത്, അപ്പോൾ അതുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ എല്ലാ മാർക്കറ്റ് ഇൻഫോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ റോയിറ്റേഴ്സ് നിങ്ങൾ വിട്ടിട്ട് ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ആ ഇൻഫോർമേഷൻ വെച്ചിട്ട് എന്താ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഞങ്ങളുടെയൊക്കെ പരിചയത്തിലുള്ള ക്ലയൻസിനെ മാത്രം നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെയാണ് എൻ്റെ അച്ഛൻ്റെയൊക്കെ ഒരു അച്ഛനല്ല ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പേഴ്സണൽ ഫിനാൻസ് ക്ലയൻസിന് കൊടുക്കാമെന്ന് വെച്ചത്. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം വരുന്നത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ക്ലയൻറ്റ് വരും, നമ്മുടെ പരിചയക്കാരല്ല, നമ്മളെ യാതൊരു പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളുടെ അടുത്ത് ക്ലയൻറ്റ് വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പല സ്ഥലത്തും ബ്രാഞ്ചൊക്കെ തുടങ്ങി. ബോംബെയിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, ബാംഗ്ലൂർ, പിന്നെ ഞാൻ ബോംബെയിലായിരുന്നു, പിന്നെ കോഴിക്കോട്, തിരുവനന്തപുരത്ത്, കാസർഗോഡ്, കൊച്ചിയിൽ എല്ലായിടത്തും ബ്രാഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനപ്പോൾ ഇവിടുത്തെ എല്ലായിടത്തും ഉണ്ടായിട്ട് നമുക്ക് ക്ലയൻസിനെ കിട്ടുന്നില്ല, ഈ പറഞ്ഞോ നമ്മളാർക്കും അറിയില്ലല്ലോ. അതെ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട്, ഞാൻ പല യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ഇതേമാതിരി, ഞാനിങ്ങനെ പോയിട്ട് ഒത്തിരി സ്ഥലത്ത് ക്ലാസ്സൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഓഡിയൻസിനെ കൊണ്ടുവരണം. ചില സ്ഥലത്താകുമ്പോൾ ഓഡിയൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ബോംബെയിലുള്ളപ്പോൾ ഞാൻ അവിടെ ദൂരമുണ്ട്. അപ്പോൾ ബോറിവലി എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ ഞാൻ കാർ ഓടിച്ച് ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ 100 വരെ പ്രതീക്ഷിച്ചിട്ട് 2 പേരൊക്കെ ഉണ്ടാവുള്ളൂ ഇനിഷ്യൽ സ്റ്റേജിൽ. അപ്പോൾ ഞാൻ വിചാരിച്ച് റെക്കോർഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എപ്പോഴും ഞാൻ വന്ന് കണ്ടുകൊള്ളുമല്ലോ. അങ്ങനെ വൈഫ് റെക്കോർഡ് ചെയ്ത് പിടിക്കാൻ തുടങ്ങി, ഷൂട്ട് ചെയ്തിട്ട് തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ കൊണ്ട് 2 പേരെ കൊണ്ട് പറ്റൂല ഈ സാധനം. അങ്ങനെയാണ് ഞങ്ങളൊരു പ്രൊഫഷണൽസിനെ ഏൽപ്പിച്ച് അപ്പോൾ മണി ടോക്സ് വിത്ത് നിഖിൽ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി. അപ്പോൾ അന്ന് ഞാൻ ഇംഗ്ലീഷിലും പറഞ്ഞു, മലയാളത്തിലും പറഞ്ഞു. എൻ്റെ ഇംഗ്ലീഷ് ആൾക്കാർക്കൊന്നും മനസ്സിലായില്ല, അപ്പോൾ മലയാളം ആൾക്കാർക്ക് മനസ്സിലായി. അങ്ങനെ മണി ടോക്സ് ഗ്രോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദെൻ ഐ അണ്ടർസ്റ്റുഡ് കമ്മിങ് ബാക്ക് ടു കേരള ഇസ് ദ ബെസ്റ്റ് തിങ്. അങ്ങനെയാണ് ഞാൻ ബോംബെയിൽ നിന്ന് വിട്ടിട്ട് കേരളയിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് മനസ്സിലായി ഈ ബ്രാഞ്ചസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇഫ് ഐ ഹാവ് എ സെൻട്രൽ പ്ലേസ്, ഞാൻ വിചാരിക്കണ പോലെ എൻ്റെ ടീം ക്ലയൻസിനോട് വർക്ക് ചെയ്ത് തുടങ്ങും. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്ഥലത്താണെങ്കിൽ ട്രെയിനിങ്ങും ഇംപ്ലിമെൻറ്റേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാനൊരു ബ്രാഞ്ച് മാത്രം വെച്ച് മറ്റുള്ള ബ്രാഞ്ച് എല്ലാവരും ക്ലോസ് ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മീറ്റിങ്ങുകളൊക്കെ കൂടെ ഒരു സൂമിൽ കൂടെ ഒക്കെയാണ് നടക്കുന്നത്. അപ്പോൾ മണി ടോക്സിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ജേണിയാണ്. ഒരു ഞങ്ങൾക്ക് ആളുകളെ പൈസനെ പറ്റി പറയണം, എന്നിട്ട് അവർക്ക് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും എന്തൊക്കെയാണ് മാർഗ്ഗങ്ങളെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ വിളിക്കുന്ന സമയത്തൊക്കെ ആൾക്കാർക്ക് നമ്മൾ അവർക്ക് എന്താണോ വേണ്ടത് ആ ലെവലിൽ നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കും. ഇതാണ് ബേസിക്കലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു അവയർനെസ് ബിൽഡ് ചെയ്യാന്നൊക്കെ ഉള്ളത് അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് പോലെ ഉണ്ടാകുന്ന ഒരു കാര്യം. അപ്പോൾ അതൊരു കൃത്യമായിട്ട് നമ്മൾ ഇപ്പോൾ നമ്മളെങ്ങനെ വെച്ചാൽ ഇപ്പം മണി ടോക്സിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ ബേസിക്കലി ബ്രിങ്ങിങ് അവയർനെസ്. ആ ടൈമിൽ ബിസിനസ്സൊക്കെ ഒന്നുമില്ല. അതിൽ ഈ സംവൺ നമ്മുടെ ഒരു 90% ആൾക്കാർ ജസ്റ്റ് ടേക്ക് ദി ഇൻഫർമേഷൻ ഗോ. ഈ 10% ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഓക്കെ എന്തുകൊണ്ട് ഇയാളെ ഏൽപ്പിച്ചുകൂടാന്ന്. സീരിയസ്ലി അതിലേക്ക് ഇതാവുന്ന അല്ലേ, കണക്ട് ആവുന്ന. ചില ആൾക്കാർക്ക് നമ്മുടെ ആ ബേസിക് ഇൻഫർമേഷൻ കിട്ടി ചിലപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ടാവും. സോ ലെറ്റ് ദം ബി. ഇപ്പോൾ ഇതിലൊരു കാര്യമുണ്ടല്ലോ, നമുക്ക് നോളജ് ഉണ്ടാവണം, നമുക്ക് സമയം ഉണ്ടാവണം, പിന്നെ നമുക്ക് ചെയ്യാനുള്ള റിയൽ ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഇതിലേതെങ്കിലും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പറ്റില്ല. ചില ആൾക്കാർക്ക് നോളജ് ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും, സമയം ഉണ്ടാവില്ല.
ചിലർക്ക് സമയം ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും, നോളജ് ഉണ്ടാവില്ല. അതെ. ഈ നോളജ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വെറുതെ ഉള്ള അറിവ് മാത്രമല്ല, അതിനുള്ള കറക്റ്റ് ടെമ്പറമെൻ്റ് ഉണ്ടെന്നുള്ളത്. നമുക്ക് ആ ഫിയറിനെയും ഗ്രീഡിനെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ളത് ഇതും കൂടി നോക്കിയാലേ നമുക്ക് പറ്റത്തുള്ളൂ. എക്സാക്ട്ലി. അപ്പോൾ ഈ ഒരുപാട് കോൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ, വരാറുണ്ടാവുമല്ലോ. അപ്പോൾ അവർ ഒരു പേഴ്സണൽ അഡ്വൈസ് പോലെയൊക്കെ അങ്ങനെ കൺസൾട്ട് ചെയ്യാറുണ്ടോ? അത് ഇപ്പം ഞങ്ങൾക്കൊരു ടീം ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഒരു 1 hour മീറ്റിംഗ് ഒക്കെ എടുത്തിട്ട് സംസാരിക്കാൻ പറ്റും. അവരുടെ ഓരോ ക്ലയൻസിൻ്റെയും ഫിനാൻഷ്യൽസൊക്കെ പറഞ്ഞിട്ട് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ എന്താണെന്നൊക്കെ ചെയ്തു കൊടുക്കാനായിട്ടൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത്തരം കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ? ഒരു ജസ്റ്റ് ഒരു 1 hour മീറ്റിംഗ്. അത് വളരെ നല്ലതാണെന്ന് തോന്നുന്നു അല്ലേ? പലർക്കും അത് അവരുടെ ഒരു ലൈഫ് മാനേജ് ചെയ്യാനായിട്ട് ഇത്തരം ഒരു അഡ്വൈസ്, അല്ലെങ്കിൽ ഇത്തരം ഒരു ഈ പറഞ്ഞ നോളജബിൾ പേഴ്സൺ ആയിട്ടുള്ള ഒരാളുടെ അഡ്വൈസ്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഈ അഡ്വൈസ് ചെയ്തിട്ട് ചിലപ്പോൾ ചിലർ അത് കഴിഞ്ഞ് നമ്മളോട് തന്നെ ഇൻവെസ്റ്റ് ചെയ്തോളാൻ പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു ലോങ് ടൈം റിലേഷൻഷിപ്പ് ആയിട്ട് പോകും. ചിലപ്പോൾ ത്രൂ ഔട്ട് ലൈഫ് ആ റിലേഷൻഷിപ്പ് നമുക്ക് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മുടെ ഉദ്ദേശിച്ച ആ മീറ്റിംഗിൽ അവസാനിപ്പിക്കാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒന്നും സംഭവിക്കാനില്ല. കാരണം ഈ മീറ്റിംഗ് നമ്മൾ ഇപ്പം ഞങ്ങൾ ഈ പറഞ്ഞ എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞ കാര്യം വെച്ചാൽ മന്ത്ലി കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഇത്ര ശതമാനം മാറ്റി വയ്ക്കുന്ന പറഞ്ഞു, അതാർക്കും അറിയാത്തത്. പക്ഷെ അത് കണ്ടിന്യൂസ്ലി ആർ യു ഡൂയിങ് ഇറ്റ്? അവിടെയാണ് ഈ റിവ്യൂസിൻ്റെയും റെഗുലർ റിലേഷൻഷിപ്പിൻ്റെ ആവശ്യം വരുന്നത്. യെസ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ആസ്പെക്ട്, ബിസിനസ് ആസ്പെക്റ്റിൽ ഇത് പറയുമ്പം നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ലൈക്ക് നമ്മുടെ ഈ സേവിങ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് വരുന്ന ബാക്കി ആണ് നമ്മുടെ സേവിങ്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതാണോ ബെറ്റർ? അതേ നമ്മുടെ ഒരു സേവിങ്സ് ആദ്യമേ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അതിന് ഈക്വലായിട്ട് എക്സ്പെൻസ് മീറ്റ് ചെയ്ത് പോകുന്നതാണോ കുറച്ചുകൂടെ ബെറ്റർ? അതാണ് നല്ലത്. പക്ഷേ എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഇവൻ ഞാനും വീഡിയോ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാരും വീഡിയോയിലൊക്കെ ഇഷ്ടമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ 3 ടൈപ്പ് ഓഫ് ഹാബിറ്റ് ഉണ്ട്. പൈസ കിട്ടുമ്പോൾ നമുക്ക് എന്താണ് ആക്ച്വൽ സ്വഭാവം നമുക്ക് മനസ്സിൽ ഫസ്റ്റ് തിങ്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാനിത് പണ്ടൊരിക്കലും ഒരു സ്കൂളിൽ പോയിട്ട് സംസാരിക്കാനുള്ള ഒരു 1000-ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കായിരുന്നു, പൈസ കിട്ടുമ്പോൾ എന്താണ് മക്കളുടെ മനസ്സിൽ ആദ്യം വരുന്നത്? അപ്പോൾ അവർക്ക് ആൻസർ ഒന്നും പറയില്ല. അപ്പോൾ ഞാൻ അച്ഛന്മാർ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അച്ഛനൊക്കെ ആണെങ്കിൽ ആദ്യം EMI എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, 5ാം ക്ലാസ് തുടങ്ങിയുള്ള 10ാം ക്ലാസ് വരെ പിള്ളേരുടെ മനസ്സിൽ തന്നെ പഠിപ്പിച്ച് കഴിഞ്ഞു. ഫസ്റ്റ് നമുക്ക് ശമ്പളം കിട്ടി ആലോചിക്കേണ്ടത് EMI ആണെന്നുള്ളത്. അപ്പോൾ അവിടെയാണ് ഈ പ്രശ്നം. അപ്പോൾ നമ്മൾ ആ EMI അല്ലെങ്കിൽ സ്പെൻഡിങ്ങിനെ കുറിച്ചാണ് ഫസ്റ്റ് ആലോചിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഷ് കൈനീട്ടം കിട്ടി, ഫസ്റ്റ് ആലോചിക്കണം എനിക്ക് ഇന്ന സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ വി ആർ ബിക്കമിങ് സ്പെൻഡേഴ്സ്. അതാണ് ഫസ്റ്റത്തെ നമ്മളപ്പോൾ ചിലവാക്കുന്ന ആൾക്കാരാണ്. അതിന് പകരം ഫസ്റ്റ് പൈസ കിട്ടുമ്പോൾ തന്നെ ഇത്ര പൈസ എനിക്ക് എടുത്ത് മാറ്റി വയ്ക്കാലോ, ഇത്ര പൈസ എനിക്ക് SIP ഇൻവെസ്റ്റ് ചെയ്യാലോ, ഇത്ര പൈസ എനിക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ദാറ്റ് ഈസ് കോൾഡ് സേവിങ്സ്. എന്നിട്ട് ബാക്കിയുള്ളതിന് വല്ലതും ചെയ്തു എന്നുള്ള ഇതിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഐ തിങ്ക് കുഞ്ഞിലെ തൊട്ട് എനിക്ക് ആ മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നത്. പക്ഷേ ഞാനും പറഞ്ഞിട്ട് ആ മൈൻഡിനുള്ള കോടീശ്വരനും ഞാനായിട്ടില്ല. പക്ഷേ ഐ ഫീൽ ദറ്റ് എനിക്ക് കുഞ്ഞിൽ തുടങ്ങിയിട്ട് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് എന്ന് പൈസ കിട്ടി കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ട് സേവ് ചെയ്യും. ഞാൻ പറഞ്ഞത് ഐ എം ടോക്കിംഗ് അബൌട്ട് മൈ 5-year-old മീ. പക്ഷേ ഇൻവെസ്റ്റർ എന്ന് പലപ്പോഴും പറഞ്ഞ കാര്യം നമ്മൾ ഇപ്പോൾ ആൾക്കാർ SIP പോയി കഴിഞ്ഞാൽ ഇൻവെസ്റ്ററായിട്ട് കൂട്ടണം. അതൊന്നും SIP അതല്ല ഇൻവെസ്റ്റർ കൾച്ചർ എന്ന് പറഞ്ഞാൽ. ഇൻവെസ്റ്റർ എന്ന് വെച്ചാൽ യു ആർ പുട്ടിങ് ദാറ്റ് മണി ടു എൻഷുർ. ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് മോള് ചോദിച്ചു, അച്ഛാ എനിക്കൊരു മണി അഡ്വൈസ് തരാൻ പറഞ്ഞപ്പോൾ ഞാൻ മോളോട് വെറുതെ അപ്പം തോന്നിയത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മോൾക്ക് കിട്ടുന്ന എല്ലാ പൈസയും മോള് സേവ് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം മാത്രം എടുത്തിട്ട് മോൾക്ക് എന്താണ് വാങ്ങേണ്ടത് വെച്ചാൽ വാങ്ങും. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോൾക്ക് ഐഫോൺ വാങ്ങാം, ഇത് വാങ്ങാം, അത് വാങ്ങാം. But that iPhone should come from your profit. അപ്പോൾ this is good. I think I should follow this. But you have to wait, you have to wait patiently. Patiently wait, and you don't have to wait too much also for this. നിങ്ങൾ on a regular basis you are investing. I think in next 1 year or 2 year onwards you will get that fruit. അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് എടുത്തിട്ട് ഈവൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഒരു ഐഫോൺ വാങ്ങണം എന്നുള്ള. 1 ലക്ഷം രൂപ വരും. അപ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെട്ട് 1 ലക്ഷം രൂപ എത്തിച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി വാങ്ങണേക്കാളും ഭേദം 1 ലക്ഷം എത്തിച്ചിട്ട് അധികം ഒരു 10,000 രൂപയ്ക്ക് ഒരു ചെറിയ ഫോൺ വാങ്ങും. ദാറ്റ് മീൻസ് യുവർ അഫോർഡബിലിറ്റി ഈസ് ഓൺലി ദാറ്റ് മച്ച്. അത് കഴിഞ്ഞിട്ട് ഈ ബാക്കി 90,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇതേമാതിരി ഈ സെയിം എഫേർട്ട് എടുത്തിട്ട് അതിൽ കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യും. ഒരു 3 കൊല്ലം കഴിയുമ്പോൾ പിന്നെ തുടങ്ങിയിട്ട് എല്ലാ വർഷവും നമുക്ക് വേണമെങ്കിൽ ഫോൺ മാറ്റണമെങ്കിൽ മാറ്റാം, എല്ലാ 3 വർഷം ഐഫോൺ പ്രോഫിറ്റ് ചെയ്തെടുത്ത് വേണമെങ്കിൽ വാങ്ങാം. ഇതെല്ലാം നമുക്ക് പറ്റും. ആ ഒരു പ്ലാനിങ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം അല്ലേ? അതെ.